പ്രവൃത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ പൗലോസിൻ്റെ ദൈവരാജ്യം എന്നുള്ള വിഷയം, സ്വർഗരാജ്യം എന്നുള്ള വിഷയം പ്രസംഗത്തിൻ്റെ 2-ാം ഭാഗമാണ്. ഇതുകൂടി നിങ്ങൾ കേട്ടുകൊള്ളുക. ഹല്ലേലൂയ, സ്തോത്രം. ഇത് കേട്ട് പഠിക്കുക കാര്യങ്ങൾ. ഞാൻ 50 വർഷമായി വേദപുസ്തകം കയ്യിലെടുത്ത ഒരു എളിയ സഹോദരനാണ്. ഇന്ന് കാണുന്ന ഈ ഡിനോമിനേഷനിലെ പാസ്റ്റർമാരെയും അവരുടെ പൂർവ്വ പാസ്റ്റർമാരായിട്ടുള്ളവരെയും, അതായത് പി.ഡി. ജോൺസൺ അങ്ങനെയുള്ളവരൊക്കെ, കെ. എബ്രഹാം സാർ, അവരൊക്കെ പൂർവ്വ പാസ്റ്റർമാരാണല്ലോ. അവരെ, അവരുടെ മക്കളെയും മക്കളുടെ മക്കളെയും എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ സഹോദരനാണ്. ഒരെണ്ണം ഗുണമില്ലാണ്ടായി പിതാക്കന്മാരുടെ ഈ മക്കളും മരുമക്കളെല്ലാം. അവർക്ക് ഭൗതികം വർദ്ധിച്ചു. ദൈവം അനുഗ്രഹിച്ചെന്നും പറഞ്ഞ അനുഗ്രഹത്തിൻ്റെ പുറകെ പോയി നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതോർത്ത് ഞാൻ കരഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കുക. ഭൗതികം വർദ്ധിച്ചാൽ നരകത്തിൽ പോകാനാണ് സാധ്യത എന്ന് കർത്താവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ച് ഇവിടെ തലയിലോട്ട് കയറിയിട്ടില്ല ഇതുവരെ. എന്താ കയറാത്തെ? ഹല്ലേലൂയ, എന്താ കയറാത്തെ? അപ്പോൾ ഞാൻ ഈ പറയുന്നതിൻ്റെ ഒക്കെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ ഭൗതികം എന്ന വിഷയം, അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് അനീതിയുള്ള മാമോൻ, ഇത് മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാക്കണം. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിരെന്ന് കർത്താവ് പറഞ്ഞു. ഈ അനീതിയുള്ള മാമോൻ ഭൗതികമാണെന്ന് കർത്താവ് പഠിപ്പിച്ചു. ഈ ഭൗതികം നമ്മുടെ കയ്യിൽ വന്നാൽ സംഭവിക്കുന്ന ദുരന്തം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കർത്താവിലുള്ള ആശ്രയം കുറയും. നമ്മൾ നമ്മുടെ സമ്പത്തിൽ ആശ്രയിക്കും. ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്. ഹല്ലേലൂയ. ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. യിരെമ്യാ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മഹത്തരമായ സത്യമാണ്. ഞാൻ ബാക്കിയൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാതെ. പൗലോസ് പറഞ്ഞു, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടപെടരുത്. യിരെമ്യാവിൻ്റെ ആ ഭാഗം പറയുന്നത്, ഞാൻ കർത്താവിനെ രുചിച്ചറിഞ്ഞു, അറിയാനിടയായി, അതിൽ പ്രശംസിക്കുക, കർത്താവിൽ പ്രശംസിക്കുക. നരകത്തിൽ പോകേണ്ട എനിക്ക് സ്വർഗരാജ്യം കർത്താവ് തന്നല്ലോ എന്നോർത്ത് പ്രസംഗിക്കുക. കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവ് എന്നെ വീണ്ടെടുത്തു, കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവ് എന്നെ ദത്തെടുത്തു, കർത്താവായ യേശുക്രിസ്തുവിലൂടെ എന്നെ തെരഞ്ഞെടുത്തു, എന്നെ വിലയ്ക്ക് വാങ്ങി, എന്നെ മകനാക്കി, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ഉള്ളിൽ തന്നു. അപ്പാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ഉള്ളിൽ തന്ന് എന്നെ അവകാശിയാക്കി മാറ്റി. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശം, അവൻ്റെ ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിൽ പങ്കാളികളാക്കി മാറ്റി എന്നുള്ളതിൽ നമ്മൾ പ്രശംസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യണം. അല്ലാതെ ഈ ലോകത്തിലെ കുറെ ചപ്പും ചവറും കിട്ടിയത് കൊണ്ട് അതിൽ സന്തോഷിക്കരുത്. ഈ ലോകത്തിലെ ജ്ഞാനം ദൈവം പോഷത്വമാക്കി. ഈ ലോകത്തിലെ ജ്ഞാനികൾ ദൈവം പോഷന്മാരാണ്. നമുക്ക് സ്വർഗീയമായ ജ്ഞാനം, ഉയരത്തിലെ ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവിനെ നമുക്ക് കിട്ടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എനിക്ക് വലിയ വേദന തോന്നുകയാണ്. പൗലോസിന്റെ പ്രസംഗം ദൈവരാജ്യം. പത്രോസ് എന്താ പ്രസംഗിച്ചത്? 2 പത്രോസ് 3:13 നാം അവൻ്റെ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്കായിട്ട് കാത്ത്. പുതിയ ഭൂമിയാ പത്രോസിന്റെ പ്രസംഗം. സ്വർഗരാജ്യമാ പൗലോസിന്റെ പ്രസംഗം. ഇന്നത്തെ വരയ്ക്ക് എന്തേ പ്രസംഗിച്ചു വെച്ചേക്കുന്നത്? എന്തേ ഇവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? വലിയ ദുഃഖം തോന്നുകയാണ് എനിക്ക് ദൈവമക്കളെ. സ്വതന്ത്രം. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം മത്തായി 3 എന്തായിരുന്നു? മത്തായി 3 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അക്കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാണ്.
സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടന്റ് യേശുക്രിസ്തുവാണ്. സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ കർത്താവ് അവരുടെ ഇടയിൽ ഉണ്ടെന്നുള്ളത്, കർത്താവാണ്, യേശുക്രിസ്തുവാണ് സ്വർഗരാജ്യം ഒരർത്ഥത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ. അപ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ, യോഹന്നാൻ സ്നാപകൻ. നമ്മുടെ ഇന്നത്തെ പ്രസംഗങ്ങളോ? ഒരു സഹോദരൻ പ്രസംഗിക്കുന്നുണ്ട്, പിശാച് അടിച്ചുകൊണ്ട് പോയ നന്മകളൊക്കെ തിരിച്ചു പിടിക്കുന്ന ഒരു ദൈവത്തെ പ്രസംഗിക്കാവുള്ളൂ. ഞങ്ങളുടെ പട്ടണത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ AC ഹോള് ദൈവം ഞങ്ങൾക്കാ തന്നത്. അതിലങ്ങ് പ്രശംസിച്ചോളുക. കാക്കാശിന് പോക്കില്ലാതിരുന്ന എനിക്ക് കോടിക്കണക്കിന് രൂപ തന്നു, അതിലങ്ങ് പ്രശംസിക്കുക. എടാ, ധനവാൻ സ്വർഗത്തിൽ പോകുന്ന ഒട്ടം സൂചിക്കുള്ളിൽ കിടക്കുന്നതാണെന്നുള്ള വാക്യമൊന്നും ഇവർ പഠിക്കുന്നില്ലേ? എഫേസ്യ ലേഖനം 1:3 സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവനെന്നുള്ള ആ വാക്യത്തിൻ്റെ മഹത്വം എന്താണെന്ന് അവർക്കറിയാമോ? പുതിയ നിയമ വിശ്വാസിയെ അനുഗ്രഹിച്ചിരിക്കുന്നത് ആത്മീയമായിട്ടാണ്, ഭൗതികമായിട്ടല്ല. അല്ല. ചിലർക്ക് കുറേ ധനം കിട്ടിയിട്ടുണ്ടാകാം, നല്ലതാ. പക്ഷെ ദൈവകൃപയിൽ നിന്ന് വീണു പോകാതിരിക്കാൻ സൂക്ഷിച്ചോണം. ധനമെന്നുള്ളത് അനീതിയുള്ള മാമോനെന്ന് കർത്താവ് പഠിപ്പിച്ചു. ഇത് അനീതിയാണിത്. നമ്മളെ പാപത്തിലേക്കും അഹങ്കാരത്തിലേക്കും നിഗളത്തിലേക്കും എടുത്തു ചാടിക്കുവാൻ ഇത് കഴിയും. എനിക്കറിയാം, ഈ ഭൗതികം വർദ്ധിച്ച് അനേകര് ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന കഥ എനിക്കറിയാം. ഞാൻ ചുമ്മാ പറയുകയല്ല. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച കർത്താവിൻ്റെ ദാസന്റെ മക്കളെല്ലാം കോടീശ്വരന്മാരാണ്. ഒരൊറ്റ കുടുംബത്തിൽ സമാധാനത്തിൻ്റെ ഒരു കണികയില്ല. ഭാര്യാഭർത്തൃ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഭാര്യയോട് കയ്പായിരിക്കരുതെന്ന് പൗലോസ് പറയുന്നുണ്ട്. 1/4 നൂറ്റാണ്ടല്ല, 1/2 നൂറ്റാണ്ടായി കയ്പായിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ എനിക്കറിയാം. ഏത് സ്വർഗത്തിലാണ് പോകാൻ പോണേ? ദൈവമക്കൾ, വിശ്വാസികളായിട്ടുള്ളവർ കുടുംബ ബന്ധം അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരം അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ എങ്ങനെ പോകുമെന്ന് എനിക്കറിയത്തില്ല. വല്ല പഴുതു വല്ലതും ഉണ്ടോയെന്ന്, ന്യൂട്രൽ വല്ലതും പോകാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയത്തില്ല. വിവാഹ ശുശ്രൂഷകളിൽ പാസ്റ്റർമാര് ഒരു ഭാര്യയുടെ ഉത്തരവാദിത്വം, ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം, കുടുംബജീവിതത്തിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് വിശദമായി പ്രസംഗിച്ച് കേൾപ്പിക്കുന്ന കല്യാണ ശുശ്രൂഷകൾ ഇന്നില്ല. അത് അങ്ങനെയുള്ള കല്യാണ ശുശ്രൂഷകൾക്ക് ആദരാഞ്ജലി അതൊക്കെ പോയി, നഷ്ടപ്പെട്ടു പോയി, കുടിച്ചുമൂടപ്പെട്ടു. ഞാൻ പല കല്യാണ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഇവർ വായിക്കും, പുസ്തകത്തിൽ ഭാര്യയും ഭർത്താവും ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് വായിക്കാതെ പ്രസംഗിച്ച് കേൾപ്പിക്കണം. പുസ്തകത്തിലുള്ള വായിക്കാൻ ഞങ്ങൾക്ക് അറിയത്തില്ലേ വായിക്കാൻ? ഒരു പാസ്റ്റർ വന്ന് ഇന്ന ഭാഗം വായിക്കും, ഒരു പാസ്റ്റർ വന്ന് ഇന്ന ഭാഗം വായിക്കും, വേറൊരു പാസ്റ്റർ വന്ന് ഇന്ന ഭാഗം വായിക്കും. അങ്ങനെ പറഞ്ഞ് കേൾപ്പിച്ചിട്ട് എന്താ കാര്യം? അത് ശക്തിയോടെ ആത്മാവിൽ പറഞ്ഞവരെ ഗ്രഹിപ്പിക്കണം. ഭാര്യ ചെയ്യേണ്ട ഉത്തരവാദിത്വം, ഭർത്താവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം. രണ്ട് പശ്ചാത്തലത്തിൽ നിന്ന് വന്ന പ്രിയപ്പെട്ടവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ പോവുക. വചനത്തിലൂടെ അവരെ പ്രബോധിപ്പിച്ച്, അവരെ ബലപ്പെടുത്തി, അവരെ ശക്തിപ്പെടുത്തി, അവരെ ദൈവഗുരുവിലേക്ക് നടത്തേണ്ടതിന് പകരം എന്തൊക്കെയെന്ന് കാട്ടിക്കൂട്ടുന്നേ? ദൈവമക്കളെ, വേദന കൊണ്ട് ഞാൻ പറയുക, ഹല്ലേലൂയ. വിഷയങ്ങളെല്ലാം ഇതിൻ്റെ ഇടയിൽ കയറി വരുന്നുണ്ട് അല്പാൽപമായിട്ട്. യോഹന്നാൻ സ്നാപകൻ സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. മർക്കോസ് 1:15 നമുക്ക് നോക്കാം എന്താണ്. മർക്കോസ് 1:15 എന്താ എഴുതിയിരിക്കുന്നത്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അത് യേശുക്രിസ്തു പ്രസംഗിച്ചതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആ യോഹന്നാൻ്റെ പ്രസംഗം ദൈവരാജ്യം സ്വർഗരാജ്യം, യേശുക്രിസ്തുവിൻ്റെ പ്രസംഗം ദൈവരാജ്യം സ്വർഗരാജ്യം, പൗലൂസിൻ്റെ പ്രസംഗം ദൈവരാജ്യം സ്വർഗരാജ്യം. ഇന്ന് അത് അപ്രത്യക്ഷമായി. ദൈവരാജ്യം സ്വർഗരാജ്യം എന്നുള്ള വിഷയം ഇന്നത്തെ പ്രസംഗത്തിൻ്റെ കണ്ടൻസിലില്ല. ഭൂമിയിലെ അനുഗ്രഹങ്ങൾ, ഭൗതിക അനുഗ്രഹങ്ങൾ, വീടില്ലാത്തവൻ വീട്, കാറില്ലാത്തവൻ കാറ്, പോക്കറ്റിൽ നിന്ന് ഫ്ലാറ്റ് എടുത്ത് കൊടുക്കുന്നവൻ, പിന്നെ കാറ് ഇറക്കി കൊടുക്കുന്നവൻ, ഇഷ്ടമുള്ള കാറ് പറഞ്ഞാൽ അത് ഇറക്കിത്തരും, കെട്ടിയിറക്കിത്തരും നൂലയിൽ. BMW വേണ്ടി അലമുറയിട്ട് പ്രാർത്ഥിച്ചൊരു പാസ്റ്ററിനെ എനിക്കറിയാം. ബോംബെയിൽ ഒരു പാസ്റ്ററുണ്ട്, ഡോക്ടർ മുരളീധരൻ പറഞ്ഞതാണ്, മുമ്പും പറഞ്ഞിട്ടുണ്ട്. മുരളീധരൻ പറഞ്ഞുകൊണ്ട് അത് 100% വിശ്വസിക്കാം. മുരളീധരൻ പാസ്റ്റർ,
എനിക്കൊരു പാർട്ട്ണർ അറിയാം, ഒരു കാറുണ്ട് പുള്ളിയുടെ. ആ കാറിൻ്റെ ന്യൂ ബ്രാൻഡ് ഇറങ്ങുമ്പോൾ പുള്ളി മേടിക്കും. പോൾട്ടോയുടെ ആണെങ്കിൽ ന്യൂ മേടിച്ചുകൊണ്ടിരിക്കും. യമഹയുടെ ആണെങ്കിൽ ഏതെങ്കിലും മോഡലിന് ആ ന്യൂ ഇറങ്ങുമ്പോൾ പഴയത് കൊടുത്ത് പുള്ളിയുടെ ശുശ്രൂഷ, കാറ് വാങ്ങൽ ശുശ്രൂഷ. അവരാൽ നടത്തപ്പെടുന്ന വിശ്വാസികളെ ഓർത്ത് ഞാൻ തലകുനിക്കുന്നു. അവർക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇപ്പോഴേ. അല്ല പിന്നെ എന്താ പറയാൻ? ഇവരൊക്കെ എന്നെ വചനം പ്രസംഗിച്ച് നടത്താനാ? ഈ കാറിൻ്റെ കൂടെ നടക്കുന്നവർ. ഞാനൊരു നാനാ കാർ മേടിച്ചതിന് ഒരു ഓടയൻ പാസ്റ്റർ, ഈ കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിലെ പാസ്റ്റർ, എന്നെ ഇനി പറയാനൊന്നുമില്ല. ആരെങ്കിലും വാങ്ങൂ? ഞാൻ പറഞ്ഞു, ആരെങ്കിലും വാങ്ങുമെന്ന് വെച്ചാൽ എന്നെപ്പോലുള്ളവർ വാങ്ങും. കാരണം പുള്ളിയുടെ മക്കൾ സൗദി അറേബ്യയിലൊക്കെ നേഴ്സായിട്ടും മോനൊക്കെ കമ്പ്യൂട്ടർ എഞ്ചിനീയറായിട്ടും നേരത്തെ കഞ്ഞിക്ക് വകയില്ലാതെ കിടന്നതാണ്. ഇപ്പോൾ വലിയ സാമ്പത്തിക ശേഷിയിലായി. പിന്നെ എങ്ങനെയാണ് നാന മേടിക്കുന്നത്? ഞാൻ ഇന്നും എൻ്റെ കയ്യിരിക്കുന്ന നാന പഴയതാണ്. ഒരു പുതിയ മോഡൽ നാനയാണ് ഞാൻ ഇന്നും ആഗ്രഹിക്കുന്നത്. വേറൊരു ബ്രാൻഡിലേക്ക് പോകുന്നേ ഇല്ല. കാരണം എന്താ? ആഗ്രഹമില്ല. ഇനി ചിലപ്പോൾ എവിടെയെങ്കിലും ഒത്തു കിട്ടിയാൽ വാങ്ങിക്കൂടായികയില്ല കേട്ടോ. എങ്കിലും ഞാൻ എൻ്റെ ഹൃദയത്തിലെ ചിന്ത പറയുക. നമുക്കത് മതി. ഒന്ന് പോയാൽ പോരെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയാൽ പോരെ. ഇതാരെ കാണിക്കാനായി വാങ്ങിക്കൂട്ടുന്നത്? 5 ലക്ഷത്തിൻ്റെ കാർ ഓടിച്ചുകൊണ്ടിരുന്നവൻ മർച്ചൻ്റ് നേവിയിൽ കിട്ടിയപ്പോൾ 20 ലക്ഷത്തിൻ്റെ മേടിച്ചു. പിന്നെ 5 ലക്ഷത്തിന് ഓടിക്കാൻ പറ്റുമോ? മർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്യല്ലേ. ഡോക്ടറേറ്റിന് പഠിച്ചുകൊണ്ടിരുന്നവൻ പോയിക്കൊണ്ടിരുന്നത് അൾട്ടോ കാറില്ല. പഠിച്ചു കഴിഞ്ഞ് ഡോക്ടറായപ്പോൾ, കാറിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, 20 ലക്ഷം 25 ലക്ഷത്തിൻ്റെയൊക്കെ. ഇതാരെ കാണിക്കാനാ? ഈ വലിച്ചുകൊണ്ടിരിക്കുന്ന മൂക്കിലെ ജീവശ്വാസം പോയാൽ പിന്നെ എന്താ അവസ്ഥ? നിത്യതയിൽ പോയി ചെന്നെത്തുവോ? വിശ്രമ സ്ഥലത്തേക്ക് പോവുമോ? അതോ യാതന സ്ഥലത്തേക്ക് പോവുമോ? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു മനുഷ്യായുസിൽ, എനിക്ക് കിട്ടിയ ദർശനം ഞാൻ പറയാം, ഒരു മനുഷ്യായുസിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു കഴിയുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതിനെ കുറിച്ചൊരു തിട്ടപ്പെടുത്തൽ ഒരു വിശ്വാസി ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനാണ് ഞാൻ ഈ പറയുന്നു വെക്കുന്ന മുഴുവൻ. ആരും വീടുമൊക്കെ അവിടെ നിൽക്കട്ടെ. കോടിക്കണക്കിന് രൂപ വാങ്ങി വെച്ചിട്ട് യാതനാ സ്ഥലത്ത് പോയി ലാസറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അയൽവാസിയായ ധനവാന്റെ ഒപ്പം പോയി കിടന്നിട്ട് എന്താ പ്രയോജനം എന്ന് എൻ്റെ ചോദ്യം. ഭൂമിയിൽ കോടിക്കണക്കിനുണ്ട്, കോടിക്കണക്കിന് വാങ്ങി വെച്ചിട്ടുണ്ട്. മരിച്ചു കഴിയുമ്പോൾ യാതനാ സ്ഥലത്ത് പോയി കിടന്ന് വെള്ളം എന്ന് വിളിച്ചാൽ എന്ത് പ്രയോജനമെന്നാണ് എൻ്റെ ചോദ്യം. ഒരു തരം തന്നെ പോലെ ജീവിക്കേ. മരിച്ചു കഴിഞ്ഞ് അബ്രഹാമിൻ്റെ മടിയെന്ന് വിശേഷിപ്പിക്കുന്ന പരദേശിയെ പോലെ സന്തോഷിക്കേ. അതല്ലേ നല്ലത്? അവിടുത്തെ ജീവിതം എത്ര കാലം? യാതനാ സ്ഥലത്തെ ജീവിതം എത്ര കാലം? ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ഈ ദിവസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, പലരോടും ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക. പലർക്കും മറുപടി പറയാൻ പേടിയാ. എന്തിനാ പേടിക്കണേ? നിങ്ങൾ പോകുന്ന സ്ഥലത്തുള്ള ആ കാലത്തിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് പറയാൻ എന്താ പേടി? നരകമാണെങ്കിൽ കോടാനുകോടി, നിത്യസ്വർഗത്തിലാണെങ്കിൽ സന്തോഷത്തിലാണെങ്കിൽ അതും കോടാനുകോടി. മനസ്സിലായല്ലോ? പണ്ടൊരു ഭക്തൻ പറയാറുണ്ട്, 60-70 വയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഇതൊരു റിഹേഴ്സലാണ്, ഒരു നാടകമാണ്. നാടകത്തിൻ്റെ റിഹേഴ്സൽ പോലെയാണ് 60-70 വർഷം ഈ ഭൂമി ജീവിക്കുന്നത്. ആ നന്നായിട്ട് റിഹേഴ്സൽ ചെയ്ത് ജീവിച്ചാൽ നമുക്ക് സ്വർഗരാജ്യം പ്രാപിക്കാം. ഇതൊരു നാടകത്തിൻ്റെ റിഹേഴ്സൽ പോലെയുള്ള 60-70 സംവത്സരം. മരണം എന്നുള്ളൊരു വാതിലാണ്, സ്വർഗത്തിലേക്ക് പോകാനുള്ള വാതിൽ. അല്ല വിശ്രാമ സ്ഥലത്തേക്ക് പോകാനുള്ളൊരു വാതിൽ, അല്ലെങ്കിൽ യാതനാ സ്ഥലത്ത് പോകാനുള്ള വാതിൽ, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകാനുള്ള വാതിൽ. അതാ മരണം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കുന്ന എനിക്ക് അത്ഭുതമല്ലോ. എനിക്ക് ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു, മരിക്കുന്നെങ്കിൽ ലാഭം. മരിക്കുന്നത് ലാഭമായിട്ട് ഇവിടെ പൗലോസ് എണ്ണുമ്പോൾ, ഇവിടെ സുവിശേഷം എടുത്ത് വിറ്റ് തിന്ന് ലാഭം ഉണ്ടാക്കുക. ഹല്ലേലൂയ. ഹോള് പണിത് കോടിക്കണക്കിന് രൂപ ഫണ്ട് റേസ് ചെയ്ത് ഹോള് പണിതിട്ട് ലക്ഷക്കണക്കിന് രൂപ അവരുടെ പോക്കറ്റിലേക്ക് തള്ളുക. എന്നിട്ട് കയ്യും കാലും പൊക്കി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അയ്യോ, എവരുടെ ബ്ലെസ്സിങ്ങിൽ പോയി നിന്നു കൊടുത്താൽ, അവർ ബ്ലെസ് ചെയ്യുന്ന സമയത്ത് പോയി നമ്മൾ നിന്നു കൊടുത്താൽ നമ്മളും കോടീശ്വരന്മാരാകും. സാത്താൻ നമ്മൾ ആ നിലയിൽ കൊണ്ടെത്തിക്കും. അതോടെ നിന്റെ ചീട്ട് കീറും സ്വർഗത്തിലേക്കുള്ള പോക്കിൻ്റെ.
എനിക്ക് വലിയ വേദനയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഹല്ലേലൂയ. എവിടെന്നെങ്കിലും 10 ചക്രം കിട്ടാൻ പറ്റുമോ നോക്കി നടക്കുന്ന ആൾക്കാർ. ഹല്ലേലൂയ. ആരെ വിറ്റ് വേണമെങ്കിലും തിന്നുക എന്നുള്ള ലക്ഷ്യം. എന്താ ഇത്? സഹോദരന്മാരെ, ദൈവരാജ്യം പ്രസംഗിക്കുക. പ്രിയ ദൈവമക്കളെ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേൾക്കും. നിങ്ങൾ സ്വർഗത്ത് പോകാൻ എന്താണ് തടസ്സമാണെന്നുള്ളത് കേൾക്കേ. എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിലത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. ആര് പറഞ്ഞ? കർത്താവ് പറഞ്ഞു. മത്തായി 7:21 വാക്യം. ആരാ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്? അതാ വിഷയം. ആരാ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്? നമുക്ക് നോക്കാം സ്വർഗരാജ്യത്തിൽ കിടക്കുന്ന ആരാണെന്ന്. പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് സ്വർഗരാജ്യത്തിൽ കിടക്കുന്ന ആരാണെന്ന് നമുക്ക് നോക്കാന്നേ. വേദപുസ്തകത്തിലെല്ലാം ഉണ്ടല്ലോ. ഇത് വായിച്ച് പഠിക്കാൻ കഴിയാതെ പണ്ട് വാസു പറഞ്ഞ പോലെ മൊബൈൽ ഫോണും കൊണ്ട് കിടക്കുക സഭായോഗത്തിന്. നീ ഒന്നും ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല. എന്നിട്ട് ആ പാസ് തന്നെ പറയാം, മൊബൈൽ ഫോണിൽ കൂടി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് സഭയിലിരിക്കുന്നവർക്ക് തന്നെ. ചിലപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ മെസ്സേജ് അയക്കുകയായിരിക്കും. പാസ് വരച്ചിരിക്കുന്നത് മൊബൈലിൽ നോക്കി വചനം നോക്കി വായിച്ചുകൊണ്ടിരിക്കുകയെന്ന് പാസ് വിചാരിക്കുക. ഇവർ മൊബൈലിൽ മെസ്സേജ് അയച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക. എനിക്ക് തോന്നുന്നു ലവ് ലെറ്ററൊക്കെ ആയിരിക്കും മെസ്സേജിലൂടെ വിടുന്നത്. അല്ല പിന്നെന്താ. പണ്ട് ബോംബെയിൽ ഞങ്ങളുടെ ഞങ്ങളുടെ ദൈവനം പഠിപ്പിച്ച ദൈവദാസൻ പറഞ്ഞൊരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കും. പറയുകയും ചെയ്യും. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ബോംബെയിലൊരു ചർച്ചിൽ കുട്ടികളിങ്ങനെ കമന്ന് കിടന്ന് ഫോൺ വെച്ച് അതിൻ്റെ ഓവറും റൺ റേറ്റും ഒക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുക. പാർട്ടി ഇത് മനസ്സിലാക്കി. പാർട്ടി ഇതിലും വലിയ അഗ്രഗണ്യനാണ് ക്രിക്കറ്റിൻ്റെ. ഞാനും അഗ്രഗണ്യനായിരുന്നു. അതൊക്കെ അങ്ങ് വിട്ടു. അവസാനം പാസ്റ്റർ മനസ്സിലായി, മക്കളെ നിങ്ങളെല്ലാവരും നേരെ ഇരിക്കുക, കമന്ന് കിടക്കല്ലേ, കോഫി. പെട്ടെന്ന് ഞാൻ സഭയൊക്കെ ഓടിച്ചങ്ങ് നിർത്താൻ പോവുക. ഓടിച്ച് നിർത്തിയിട്ട് ഈ ഹോളിൻ്റെ ഉള്ളിൽ വലിയൊരു TV കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് കാണാം. ഇപ്പം നിങ്ങൾ കുറച്ച് സൈലൻ്റ് ആയിട്ടിരിക്കും. അതെന്നാ പാസ്റ്റർ? ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണെന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. ലോകത്തിലെ സ്നേഹിതനെ ആഹ്വാനിച്ചിരിക്കുന്നുമില്ല, ദൈവത്തിൻ്റെ ശത്രു ആകുന്നു എന്ന വചനത്തിൽ യാക്കോബ് പറയുന്നതനുസരിച്ച് അവൻ എനിമി ഓഫ് ക്രൈസ്റ്റ് അല്ലേ, ക്രൂശിൻ്റെ ശത്രുവല്ലേ ഈ പാസ്റ്റർ? അവൻ എങ്ങനെ ആൾക്കാരെ നന്നാക്കിയെടുക്കാനാ? പാസ്റ്റർമാരായ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ നമുക്ക് വചനത്തിൻ്റെ മുൻപിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവരാജ്യം ഭക്ഷണം പാനീയമല്ല, നീതി സമാധാനം പരിശുദ്ധാത്മാവിൽ സന്തോഷം. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ചർച്ചിൽ പെരുമ്പാവൂരുള്ള നമ്മളൊരു കൂട്ടായ്മയിൽ ദൈവനം പ്രസംഗിക്കാനിടയായി. എഫേസ്യ ലേഖനം 2 ആ വിഷയം എടുത്ത് പ്രസംഗിച്ചു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. അടുത്തോ? ഹല്ലേലൂയ. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിച്ചു. ഒന്ന് ഉയർപ്പിച്ചു, ഒന്ന് ജീവിപ്പിച്ചു. എന്തിനായി ഉയർപ്പിച്ചത്? ക്രിസ്തുവേശുവിൽ നമ്മളിലുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ ലോകം കാണണം. അതിനാ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. എന്നെയും നിന്നെയും ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിച്ചു, ജീവിപ്പിച്ചു, സ്വർഗീയമായ അനുഭവത്തിൽ ഇരുത്തി എന്നതിൻ്റെ അർത്ഥം ദൈവരാജ്യം ഭക്ഷണം പാനീയമല്ല, നീതി സമാധാനം പരിശുദ്ധാത്മാവ് സന്തോഷം. അതാണ് ആത്മീക സ്വർഗരാജ്യം. ആ ആത്മീക സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ഭൂമിയിൽ ഇരുത്തിയിരിക്കുക. എന്തിനാ? വരും കാലങ്ങളിൽ നമ്മളിലൂടെ ദൈവകൃപയുടെ അനുഭവം ലോകം കാണണം. അതവിടെ എഴുതിയിരിക്കുന്ന ആ വാക്യം ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ നമ്മളിലൂടെ ലോകം കാണണം. 2 കൊരിന്ത്യർ ലേഖനം പഠിക്കുമ്പോൾ കൊരിന്ത് സഭയിലൂടെ ലോകം ക്രിസ്തുവിനെ കണ്ടു. അവർ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി. ആദ്യം അവർ അപ്പോസ്തലന്മാരുടെ പത്രങ്ങളായി, പിന്നെ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി. ഞാൻ എൻ്റെ വാക്കുകളെ ഒന്ന് പരിമിതപ്പെടുത്തട്ടെ. ഇവിടെ പൗലോസ് ദൈവരാജ്യം പ്രസംഗിച്ചു, കർത്താവ് ദൈവരാജ്യം സ്വർഗരാജ്യം പ്രസംഗിച്ചു, യോഹന്നാൻ സ്നാപകൻ ദൈവരാജ്യം പ്രസംഗിച്ചു. ഹല്ലേലൂയ. മത്തായിയുടെ 7:1 മത്തായി 7:21 അല്ല, കർത്താവെ കർത്താവെ വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിനത്രേ ദൈവരാജ്യത്തിൽ കിടക്കുന്നത്. ആരാ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവരാജ്യത്തിൽ കിടക്കുന്നത്?
നോക്കാം തെസ്സലോനിക്ക ലേഖനത്തിൽ പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന്. 1 തെസ്സലോനി 5-ാം അധ്യായത്തിൻ്റെ 13-ന്റെ 2-ാം പാർട്ട് മുതൽ തമ്മിൽ തമ്മിൽ സമാധാനമായിരിപ്പിൻ, സൗരന്മാരെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിൽ എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ഉണ്ടോ? ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ, ഇതാണല്ലോ ദൈവ ഇഷ്ടം. ഏകദേശം 10-14ഓളം കൂട്ടങ്ങൾ കാര്യങ്ങൾ ദൈവ ഇഷ്ടം. കർത്താവെ കർത്താവെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന പെന്തോക്കോസുകാരെ, കർത്താവെ കർത്താവെ എന്ന് വിളിക്കാതെ സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം ഇതാണെന്ന് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിലൂടെ അവരെ പഠിപ്പിച്ചു. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമുക്കും ആ ഭാഗം തരികയാണ്. ദൈവ ഇഷ്ടം ഇതാ, തമ്മിൽ തമ്മിൽ സമാധാനം അരിപ്പിൻ എന്ന് തുടങ്ങി സകലവിധ ദോഷവും വിട്ടകലുവിനെന്ന് 1 തെസ്സലോനി 5-ന്റെ 13-ന്റെ 2-ാം പാർട്ട് മുതൽ 22-ാം വാക്യം വരെ ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം. അതാ ദൈവത്തിൻ്റെ ഇഷ്ടം അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്യാൻ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ട്. തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ കഴിയത്തില്ല. പാര വെച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ സ്നേഹിക്കുന്നു? മേശ വരുമ്പോൾ മാത്രം താടി തമ്മിൽ മുട്ടിച്ച് സ്നേഹപ്രകടനം കാണിക്കുന്ന കപട വിശ്വാസി ഏത് സ്വർഗത്തിലാ പോണേ? തിരുവത്താഴം വരുമ്പോൾ മാത്രം വിശുദ്ധ ചുംബനം, അത് ചിലരത് ചെയ്യത്തുമില്ല, മാറിയിരിക്കും. എനിക്കറിയാം, ഗൾഫിലുള്ള ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ളത് ഇതൊക്കെ നടന്നിട്ടുള്ളതാണ്. അവിടെ ഉണ്ടായിരുന്ന സൗരന്മാർ കുറേ പകയും വിദ്വേഷവും ഇപ്പോഴും വെച്ച് പുലർത്തുക. അതിലൊരു പുള്ളി എന്നോട് പറഞ്ഞു, പാർട്ടിയുടെ മെസ്സേജ് ഞാൻ അയക്കേണ്ടെന്ന് പറഞ്ഞു. കാരണം പുള്ളി വെച്ചുകൊണ്ടിരിക്കുക, പക വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുക. സ്വർഗത്ത് പോകാനുള്ള യാതൊരു പുറപ്പാടും പുള്ളിക്കില്ല. പിന്നെന്ത് ചെയ്യാനാ? അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ പുള്ളിക്ക് വിഷമമാണ്. അവിടെ ഉണ്ടായിരുന്ന വൈര്യം, ആ ദേഷ്യം, ആ പക, ആ പിണക്ക് ഇത്ര വർഷങ്ങളായി, 30 വർഷമായി എന്നിട്ടും തീർന്നിട്ടില്ലെന്ന്. ഇവർ ഏത് സ്വർഗത്തിൽ പോകാതിരിക്കുക? സഹോദരൻ പായിക്കുന്നവൻ കൊലപാതകം എന്നല്ലേ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. യാതൊരു കൊലപാതകന്റെ ഉള്ളിൽ നിത്യജീവൻ വസിച്ചിരിപ്പില്ല എന്നല്ലേ എഴുതിയിരിക്കുന്നത് പുസ്തകത്തിൽ. സഹോദരന്മാരെ, ഞാൻ എൻ്റെ വാക്കുകളെ പരിമിതിപ്പെടുത്തിയ ഒരു 5-6 മിനിറ്റ് കൂടിയുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം. ഒരു വിശ്വാസിയാണെങ്കിൽ യഥാർത്ഥ വിശ്വാസിയായിരിക്കുക. ഈ പുതിയ നിയമ ഉപദേശം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, എല്ലാവർക്കും എല്ലാ വെളിപ്പാടും കിട്ടിയെന്ന് വരില്ല. എനിക്ക് കിട്ടിയ അതിന് വെളിപ്പാട് ഇതാ. പുതിയ നിയമസഭ അപ്പോസ്തലന്മാർ, കർത്താവിൻ്റെ ശിഷ്യന്മാർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അതിൽ പത്രോസ് എഴുന്നേറ്റ് ശക്തിയോടെ പ്രസംഗിച്ച് പുതിയ നിയമസഭയുടെ ആവിർഭാവം അവിടെ നമുക്ക് കാണുന്നു. ആ സഭയിലുള്ളവർ 2:42 അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ അരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. കർത്താവിൻ്റെ വരവ് വരെ ഏതെങ്കിലും ഒരു സഭ കർത്താവിൻ്റെ സഭയാകണമെങ്കിൽ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ അരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് തന്നെ ആകണം. അവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. തൻ്റെ സഭ, കർത്താവിൻ്റെ സഭ. ആ കർത്താവിൻ്റെ സഭ എടുക്കാനാ കർത്താവ് വരുന്നത്. ഇന്ന് കാണുന്ന ഈ പ്രസ്ഥാനങ്ങളും ഒന്നും ദൈവസഭയായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഈ ഉപദേശങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിച്ച് ഭൗതികത്തിലേക്കും ലോകത്തിലേക്കും ഇറങ്ങിപ്പോയ കൂട്ടങ്ങളാണ്. ഇവരുടെ ലക്ഷ്യം ഭൗതികമാണ്. അവരുടെ ലക്ഷ്യം ഇവിടെ ലക്ഷറി ലൈഫ് നയിക്കുക എന്നുള്ളതാണ്. എപ്പോഴും പറയുന്ന കാര്യങ്ങൾ പിന്നെയും പറയുന്നതിൽ എന്നോട് പൊറുക്കണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. കരഹൃദയത്തിൽ അത് വന്നു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. 1 കൊരിന്ത്യർ 4-ന്റെ 9-ാം വാക്യവും 11, 12, 13 കൂടെ വായിക്കുന്നു. ഞങ്ങൾ ലോകത്തിൽ ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കാൻ ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരായി നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. ബാബു ജോൺ എന്നൊരു പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം വീൽ ചെയറിൽ നിന്ന് പ്രസംഗിക്കുക. ആ ദൈവമനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രത്തോളം ഉണ്ട്. വീൽ ചെയറിലിരുന്ന് പ്രസംഗിക്കുക. അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചയില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഒത്തിരി പ്രോബ്ലംസ് അനുഭവിക്കുന്നുണ്ട്. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഞങ്ങൾ ലോകത്തിലും ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുന്നു. ദൈവം ഞങ്ങളെ, അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെടുത്തിയവരെ പോലെ നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിച്ച ആ ദേവദാസൻ പ്രസംഗിക്കുന്നത്, ശാരീരിക വൈകല്യങ്ങളെ അനുഭവിച്ചാണ് ആ ദേവദാസൻ പ്രസംഗിക്കുന്നത്.
ദൈവം തന്നെ ആ അവസ്ഥയിലാക്കി വെച്ചിരിക്കുന്നു. സന്തോഷത്തോടെ ഇരുന്ന് പ്രസംഗിക്കുക. അദ്ദേഹം തന്നെ പറയുന്നു, എന്നെ കാണുമ്പോൾ മറ്റുള്ളവർ ശപിക്കപ്പെട്ടവൻ്റെ ലിസ്റ്റിൽ എന്നെ ആക്കി തീർക്കുമല്ലോ. പുള്ളി പറയാ, പുള്ളിക്ക് അത് കുഴപ്പമൊന്നുമില്ല. ഏത് ലിസ്റ്റിലാക്കിയാലും ദൈവത്തിൻ്റെ ലിസ്റ്റിൽ ഞാൻ ഉണ്ടെങ്കിൽ അത് മതി. ലോകത്തിലെ മനുഷ്യൻ ലിസ്റ്റിലിടുന്നതിലൊന്നും വിഷയമില്ല. ആ വാക്യത്തിൻ്റെ ആ ഭാഗത്തിൻ്റെ 1 കൊരിന്ത്യർ 4:9 ഞാൻ വായിച്ചു. ഇനി 11, 12, 13. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെയും ഇന്നുവരെയും സകലത്തിൻ്റെ അഴുക്കായി തീർന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള ശുശ്രൂഷകന്മാർ ഇന്നുണ്ടോ ഭൂമിയിൽ? കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യഗണങ്ങളെ പോലെയുള്ള ശുശ്രൂഷകന്മാർ ഉണ്ടോ ഇന്ന് ഭൂമിയിൽ? കഷ്ടത അനുഭവിക്കുന്നവരുണ്ടോ? ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടോ? രോഗം അനുഭവിക്കുന്നവരുണ്ടോ? പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ? കർത്താവ് രോഗം ശീലിച്ചവനായിരുന്നു. കർത്താവിൻ്റെ കൂടെ നടക്കുന്നവർ രോഗം ശീലിച്ചവനുണ്ടോ? പൗലോസ് രോഗം ശീലിച്ചവനല്ലേ? വിട്ടുമാറേണ്ടതിന് പല പ്രാവശ്യം കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? എൻ്റെ കൃപ നിനക്ക് മതി, നിന്റെ ബലഹീനതയിൽ എൻ്റെ കൃപ തികഞ്ഞു വരുന്നു. അത് വെച്ചുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞല്ലോ, 1 കൊരിന്ത്യർ 15-ാം അധ്യായം, ഞാൻ ആകുന്നത് കൃപയാൽ. ഇന്ന് പലർക്കും അത് പറയാൻ പറ്റുമോ കൃപയാണെന്ന്? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഭൗതികവും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്ഥാനമാനങ്ങളും റവറൻറ്റ് പട്ടവും ഡോക്ടർ പട്ടവും പിന്നെന്താ പ്രസിഡന്റ് പട്ടവും വലിച്ചു ദൂരേറി, എന്നിട്ട് താണിരിക്കുക ദൈവസന്നിധിയിലെ. ഹല്ലേലൂയ. ഡബലബദുല ശീകബദന. ഓ ദൈവമേ, ഞാനും ഒരു ബലഹീന സഹോദരനാണ്. കുറ്റങ്ങൾ കുറവുകളൊക്കെ എനിക്കുമുണ്ട്. എൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പേ നടന്നിട്ടുള്ളൂ. എൻ്റെ നോട്ടം, ചിന്ത, പ്രവൃത്തി, സംസാരങ്ങളൊക്കെ തെറ്റുകുറ്റങ്ങൾ വരും. അത് ദൈവത്തിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ വെളിയിൽ നിന്നൊരാൾ എന്നെ ചൂണ്ടിക്കാണിച്ച് ദൈവം പോകുന്ന കള്ളൻ എന്ന് പറയാനിട വരരുത്. പണ്ട് ഏലിയാവിനെ കുറിച്ച് പറഞ്ഞു, ദാ പോകുന്നു ഒരു ദൈവ മനുഷ്യൻ. അതുകൊണ്ട് അവനൊരു മുറി ഉണ്ടാക്കി കൊടുക്കുക. എന്നാൽ മച്ചിയായിരുന്നവർ എന്താ വിവാഹ ജീവിതം നയിച്ചുകൊണ്ടിരുന്നവരാണ്, കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്നവരാണ്. കൊച്ചുങ്ങളില്ലായിരുന്നു. അപ്രവാഹൻ മുഖാന്തരം കൊച്ചു കിട്ടാനിടയായി. ആ മരിച്ചു പോയിച്ചിനെ പിന്നെയും ജീവിപ്പിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? ഇതാ പോകുന്നു, ഈസ് എ മാൻ ഓഫ് ഗോഡ്, ഒരു ദൈവത്തിൻ്റെ മനുഷ്യൻ. ഇന്നത്തെ പാസ്റ്റർമാരെ കുറിച്ച് പറയുമോ? ബാംഗ്ലൂരിൽ നിന്ന് വന്ന് തെറി പറഞ്ഞ പാസ്റ്ററിനെ കുറിച്ച് പറയുമോ ലോകം ഇതൊരു ദൈവത്തിൻ്റെ മനുഷ്യനാണെന്ന്? വ്യഭിചാരം ചെയ്ത് ഞങ്ങളെ സഭ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ കുറിച്ച് ലോകം പറയുമോ ഹി ഈസ് എ മാൻ ഓഫ് ഗോഡ്? പുള്ളിക്ക് ഇംഗ്ലീഷേ വരുള്ളൂ, മലയാളം അറിയത്തില്ല. നല്ല കാര്യം. ഇംഗ്ലീഷ് പറഞ്ഞ് നരകത്തിലേക്ക് ആളെ കൊണ്ടുപോകുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ വലിയ ദുഃഖമുണ്ട്. ഹല്ലേലൂയ. അപ്പനും ഏകദേശം അതുപോലെ തന്നെ 7 വിഷയം വെച്ച് എണ്ണിക്കൊണ്ടിരിക്കുക. എണ്ണീട്ട് തീരുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി വേറൊരു സ്വർഗം എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ വിധിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം. നമ്മുടെ അവസ്ഥകൾ കാണുമ്പോൾ നമുക്ക് അവിടെ അനുഭവത്തെ വിലയിരുത്താൻ പറ്റും. സ്വർഗത്തിലേക്ക് പോകുന്നവൻ, ദൈവരാജ്യത്തിലേക്ക് പോകുന്നവൻ, അവൻ്റെ ജീവിതം, അവൻ്റെ ഉപദേശം, അവൻ്റെ പ്രവൃത്തി, അവൻ്റെ പ്രസംഗങ്ങൾ, അവൻ്റെ പ്രബോധനങ്ങൾ, അവൻ്റെ സാക്ഷ്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അറിയാം. നമ്മൾ കർത്താവിനെ പ്രസംഗിക്കണം, കർത്താവിൻ്റെ വചനം പ്രസംഗിക്കണം, ദൈവരാജ്യം പ്രസംഗിക്കണം, സ്വർഗരാജ്യം പ്രസംഗിക്കണം. ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു, നോക്കി. 1 യോഹന്നാൻ 1:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതും ഞങ്ങൾ പ്രസംഗിക്കുക. അവർ യേശുവിനെ അനുഭവിച്ചു, അവർ യേശുവിനെ കണ്ടു, അവർ യേശുവിൽ നിന്ന് പ്രാപിച്ചു. അത് അവർ പ്രസംഗിക്കുക. അത് തന്നെ ആയിരിക്കണം ഒരു സുവിശേഷകൻ. നിന്റെ അറിവും കഴിവും ജ്ഞാനം എല്ലാം കൊണ്ടുവന്ന് തോട്ടിൽ കളഞ്ഞിട്ട് ദൈവത്തിൽ താണിരുന്ന് ആത്മാവ് ഉദ്ദേശിക്കുന്ന വചനങ്ങളിലൂടി നീ ദൈവജനത്തെ പ്രബോധിപ്പിക്കുക. കർത്താവ് തൻ്റെ നാവിൽ തരുന്നത് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല ആ പ്രസംഗത്തിൻ്റെ ശൈലി എന്താണെന്ന്. ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. ഒരുവൻ വചനം സംസാരിക്കുന്നതിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്ന പോലെ പൗലോസ് പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. എഫേസ്യ ലേഖനം 6:19 വാക്യം. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കുവാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. എങ്ങനെയുണ്ട്? അതാ പൗലൂസിനെക്കാളും വലിയ മിഷണറി ലോകത്തിൽ ഇല്ല കേട്ടോ. ഇല്ല 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 ഇല്ല. ലേലം ഉറപ്പിച്ചു. ഇല്ല. പൗലൂസ് പറഞ്ഞു ഞങ്ങളെ അനുകരിപ്പിൻ. പുള്ളി പറഞ്ഞത് അപ്പോസ്തലന്മാരെ അവരെ അനുകരിപ്പാൻ, അവരെ അനുകരിച്ചാൽ മതി.
ഇന്ന് ലോകത്ത് കാണുന്ന ഒരു പാസ്റ്റർമാരെയും ഒരു ശുശ്രൂഷകന്മാരെയും നിങ്ങൾ അനുകരിക്കരുത്. അങ്ങനെ അനുകരിച്ചാൽ ഒരു പക്ഷേ നിത്യത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോസ്തലന്മാരെ അനുകരിക്കും. അവർ പറഞ്ഞു, ഞങ്ങളെ അനുകരിക്കും, ഞങ്ങൾ നിങ്ങൾ കാണിച്ച മാതൃക പ്രകാരം ഒരു ഈ ഭൂമിയിൽ ജീവിച്ചു. അവർ പണത്തിന് വേണ്ടിയല്ല ജീവിച്ചത്, അവർ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടിയാണ് ജീവിച്ചത്. ഓ മൈ ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഹൃദയം പിടച്ചു വികസിക്കുക. നിരക്ഷരപുക്ഷികളായ കർത്താവിൻ്റെ ശിഷ്യന്മാർ നീചരായി ഗണിച്ചിരുന്ന പേത്രനാദിയായ ധീവരരെ ശേഷി കൊണ്ട് അലങ്കരിച്ചു. പരം പ്രേഷണം ചെയ്ത് അവനിയിൽ ഗുരുക്കളാക്കി. നീചരായി ലോകം ധരിച്ചിരുന്ന മുക്കുവന്മാരായ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദായി ആദി അവരെ പൗലൂസ് പിന്നെ വേറിട്ട് നിൽക്കുക. ശേഷി കൊണ്ട് അലങ്കരിച്ചു, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടവരെ നിറച്ചു. ആത്മീകമായ ജ്ഞാനം, സ്വർഗീയമായ ജ്ഞാനം, വചനത്തിന്റെ ജ്ഞാനം അവർ പ്രാപിച്ചവരെ നിറച്ചു. അവർ ആ അനുഭവം പ്രാപിച്ച് അവർ ക്രിസ്തുവിനെ പ്രസംഗിച്ച് അവർ രക്തസാക്ഷികളായി പോയി. ഇന്നോ ക്രിസ്തുവിനെ പ്രസംഗിച്ച് എന്ന് പറയുന്ന വ്യാജന്മാര് കോടീശ്വരന്മാരായി നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരു പേടിയില്ല പറയാൻ. എനിക്ക് ആരെ പേടിക്കാനാ? എടാ, വെള്ളത്തിൽ വീണ് ചാകാൻ പോകുന്നവൻ കുടയും ചൂടി പോകുമോ? എന്തായാലും വെള്ളത്തിൽ വീണ് ചാകാൻ പോകും, ചാടി ചാകാൻ പോകും. ഇനി കുടയും ചൂടി പോകേണ്ട കാര്യം സുരക്ഷിതമൊന്നും വേണ്ട, അങ്ങ് ചത്തേക്ക്, അത്രേ ഉള്ളൂ. മരണം വരെയും ഈ വക കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ബാബു ജോൺ പാസ്റ്റർ പറഞ്ഞു, ദുരുപദേശങ്ങൾക്കെതിരെ ദൈവവചനം എന്ന പടവാളെടുത്ത് ആത്മാവിൽ പ്രഘോഷിപ്പാൻ ഇന്ന് ഭക്തന്മാരില്ല. എനിക്കത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം പിടച്ചു വികസിച്ചു. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഹല്ലേലൂയ. ഞാൻ നല്ലപോലെ ഒരു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പൗലൂസ് പറഞ്ഞു. പൗലൂസ് എന്ത് ചെയ്തു? രൂക്ഷമായിട്ട് ഈ ദുരുപദേശകന്മാരെ വിമർശിച്ചു. പത്രോസ് എന്ത് ചെയ്തു? രൂക്ഷമായിട്ട് വിമർശിച്ചു. യാക്കോബ് എന്ത് ചെയ്തു? രൂക്ഷമാരെ വിമർശിച്ചു. യൂദ എന്ത് ചെയ്തു? രൂക്ഷമായിട്ട് വിമർശിച്ചു. യോഹന്നാൻ അപ്പോസ്തലൻ എന്ത് ചെയ്തു? രൂക്ഷമായി വിമർശിച്ചു. അനേക എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുന്നു. പൗലൂസിന്റെ പദമാണ് ഏറ്റവും പറയുന്നത്, ആകാത്ത വേലക്കാരെ, കള്ളപ്രവാചകന്മാരെ, നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ ഈ ഗ്രൂപ്പ് കിടന്ന് വരികയാണ്. ഇവരിൽ കൂടി ശുശ്രൂഷ അനുഭവിച്ച് ജനലക്ഷങ്ങൾ, ജനകോടികൾ നരകത്തിലേക്ക് നിവദിച്ചു കൊണ്ടിരിക്കുന്നു. ഈ നായ്ക്കളെയും ആകാത്ത വേലക്കാരെയും വിച്ഛേദനക്കാരുടെയും പ്രബോധനങ്ങൾ കേട്ട് നശിച്ചു കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ കുഞ്ഞുപദേശിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നെങ്കിൽ ശ്രദ്ധിച്ചോ. നിങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും ജീവിച്ചോ, നിങ്ങൾക്ക് സ്വർഗത്ത് പോവാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാം. ഞങ്ങളൊക്കെ അതാ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഒരു പുതിയ നിയമത്തെക്കുറിച്ചുള്ള റെവല്യൂഷൻ എനിക്ക് കിട്ടിയിരിക്കുന്നു, വെളിപ്പാട്. അവിടെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റുള്ളവർ വലിയ വലിയ ജ്ഞാനികളായിട്ടുള്ള താവിലദാസന്മാർ അവരതിനനുസരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. പറയട്ടെ, നല്ല കാര്യം പറയട്ടെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ദൈവദാസന്മാരെ, ഞാൻ ആരെയും ക്രിറ്റിസൈസ് ചെയ്യുകയോ, ഞാൻ ആരെയും സ്വതന്ത്രം എന്ത് ചെയ്യുക, നിന്ദിക്കുകയോ പഴിക്കുകയോ ദൂഷിക്കുകയോ ഒന്നും ചെയ്യുകയല്ല. നമുക്ക് ഈ പ്രമാണമനുസരിച്ച് നിത്യതയിലേക്ക് പോകണം. അതിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളെ നമ്മൾ മാറ്റിക്കളയണം. ഹല്ലേലൂയ. പൗലോസ് ദൈവരാജ്യം പ്രസംഗിച്ചു, കർത്താവായ യേശു ക്രിസ്തു ദൈവരാജ്യം പ്രസംഗിച്ചു. ഒരു ഭാഗം കൂടി എൻ്റെ ഹൃദയത്തിൽ വരുന്നുണ്ട്, അതുകൂടി പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കാൻ താല്പര്യപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 13-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിയോട് സദൃശം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. നിധി ഒളിച്ചു വെച്ചിരിക്കുന്ന വയൽ, താൻ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് ആ നിധി അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് എങ്ങനെയോ അറിവ് കിട്ടി. ചിലപക്ഷേ ഈ വലിയ തൂമ്പ കൊണ്ട് വെട്ടുമ്പോൾ ഈ നിധിക്കല്ലിൽ തട്ടിക്കാണും, നിധിയാകുന്ന കല്ലിൽ തട്ടിക്കാണും. നോക്കിയപ്പോൾ ഒരു വലിയ നിധി കഷ്ണം മണ്ണിട്ട് മൂടി. യജമാൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, യജമാനെ, എനിക്കിനി അധികം അധ്വാനിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഒരു ഭാവനയാണ്, അതൊന്ന് അങ്ങനെ എടുത്താൽ മതി. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നിലം ഞാൻ കൃഷി ചെയ്ത് ഞാനിങ്ങനെ ഉപജീവനം കഴിച്ചോളാം. അതിനുവേണ്ടി എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്, അതെല്ലാം വിറ്റ് ഞാൻ കൊണ്ടുതരാം, എനിക്കതിങ്ങനെ തരുമോ? കാരണം നിധി കണ്ടുകൊണ്ട് ആ മനുഷ്യൻ ചോദിക്കുക, വയലിൽ ഒളിച്ചു വെച്ച നിധി. ഓ സ്വത്രം. 2, സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരിയോട് സദൃശം.
അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറേ തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ഒരുവിധം മുത്ത് ക്വാളിറ്റിയുള്ള ഒരര ക്വാളിറ്റിയുള്ള മുത്ത് ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പുള്ളി നല്ല വിലയേറിയൊരു മുത്ത് കാണുന്നത്. ഉടനെ ഈ ചാപ്പും ചവറെല്ലാം കൂടി വിറ്റിട്ട് ആ വലിയൊരു മുത്ത് വാങ്ങി. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയവൻ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ ഓടിക്കൊണ്ടിരിക്കണം. അവൻ പണത്തിൻ്റെ പിറകെ പോകരുത്, അവൻ കസേരയുടെ പിറകെ പോകരുത്, ലോകത്തിൻ്റെ ചപ്പിൻ്റെയും ചവറിൻ്റെയും പിറകെ പോകരുത്. പോയാൽ അവന് സ്വർഗരാജ്യം നഷ്ടപ്പെടും. അതാ കർത്താവ് പറഞ്ഞതിൻ്റെ ആകത്തുക, അതിൻ്റെ മീറ്റായിട്ടുള്ള ഭാഗം. ഹല്ലേലൂയ. പിന്നെയും സ്വർഗരാജ്യം കടലിടുന്ന ഏറ്റവും എല്ലാവിധ മീനും പിടിക്കുന്ന ഒരു വലയുടെ സദൃശം. നിറഞ്ഞപ്പോൾ അവൻ വലിച്ച് കരയ്ക്ക് കയറ്റി. അപ്പോൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർ എന്ത് ചെയ്യണം? കർത്താവ് വല വീശി അപ്പോസ്തലന്മാരും കർത്താവും കൂടി വല വീശി പിടിച്ചുകൊണ്ടിരിക്കുക. ചീത്ത മുഴുവൻ എറിഞ്ഞു കളയും. ഗുണമില്ലാത്തവനാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ കടക്കാൻ പറ്റില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. പല അർത്ഥങ്ങളൊക്കെ കാണുമായിരിക്കാം. എനിക്ക് കിട്ടി ഞാനതാ മനസ്സിലാക്കുന്നത്. കർത്താവും അപ്പോസ്തലന്മാരും വചനം പ്രസംഗിച്ച്, ഇന്നത്തെ ശുശ്രൂഷകന്മാരും നല്ല നല്ല ശുശ്രൂഷ വചനം പ്രസംഗിച്ച് അനേകരെ ദൈവരാജ്യത്തിലേക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു, അഭിഷേകം ഒക്കെ പ്രാപിച്ചു, അതെല്ലാം നഷ്ടപ്പെടുത്തി ആത്മീയ കുരുടനായി, ആത്മീയ ദരിദ്രനായി, ആത്മീയ നഗ്നനായി, തന്നിമിത്തം അരിഷ്ടനും നിർഭാഗ്യവനുമായി കിടക്കുന്നു എന്നാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ വാക്യങ്ങൾ പഠിച്ചു വരുമ്പോൾ സഭയോടുള്ള ഏറ്റവും അവസാനത്തെ സന്ദേശമാണ് യു കം ബാക്ക്. നീ മടങ്ങി വരിക, ഉപദേശത്തിലേക്ക് മടങ്ങി വരിക, മാനസാന്തരപ്പെടുക. റിപ്പൻഡന്റ് ആൻഡ് ബാപ്റ്റിസം, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുക എന്ന് പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗം. വെളിപ്പാട് 3-ൽ റിപ്പൻഡന്റ്, മാനസാന്തരപ്പെടുക. കർത്താവ് സഭയിലില്ല. വലിയ വലിയ മണിമന്ദിരങ്ങൾ കൂട്ടി പാട്ടും പാടി മ്യൂസിക് നൈറ്റ് നടത്തി, വലിയ സംഗീത നിശകളൊക്കെ നടത്തി, വലിയ പാട്ടും ബഹളവും കൂത്തും പ്രസംഗവും ബാബുജോൺ പാസ്റ്റർ പറയുന്നില്ല, പ്രാർത്ഥന, പ്രസംഗം, ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുക. കർത്താവ് സഭയിലില്ല. യെരുശലേമിലേക്ക് യോസേപ്പും മറിയയും കുഞ്ഞു കൂടി പോന്നു. തിരിച്ചു പോകാൻ നേരത്ത് യേശു കൂടെ ഉണ്ടെന്ന് ഊഹിച്ചു. ഇന്ന് പലരുടെയും ജീവിതത്തിൽ യേശു ഇല്ല. യേശു പോയി, പതിറ്റാണ്ടുകളായി പോയിട്ട്. ഉപമയിൽ കർത്താവ് പറയുന്നതല്ലേ, ആ മുത്ത് കൊണ്ടുവന്ന് കൈ കൊടുത്തു കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ്റെ കയ്യിൽ. നഷ്ടപ്പെടുത്തിയാൽ എന്ത് ചെയ്യണം? അടിച്ചു വാരിയെടുക്കണം. അത് നഷ്ടപ്പെടുത്തിയ വചന വെളിപ്പാടുകളും നഷ്ടപ്പെടുത്തിയ ആത്മീയ അനുഭവങ്ങളും തിരിച്ചു പ്രാപിക്കാനിരുന്ന് ഉപവസിക്കുക. ലോറിക്കും കാളയ്ക്കും വണ്ടിക്കും വേണ്ടി ഇരുന്ന് ഉപവസിക്കാതെ, വിസയ്ക്ക് വേണ്ടി, കാറിന് വേണ്ടി, വീടിന് വേണ്ടി ഉപവസിക്കുന്നവരെ, നഷ്ടപ്പെട്ടു പോയ ആത്മീയ അനുഭവങ്ങൾ, പിശാച് കാർന്ന് തിന്ന ആത്മീയ അനുഭവങ്ങൾ തിരിച്ചു പിടിക്കാനായിട്ടിരുന്ന് ഉപവസിക്ക്. നീ ആത്മീയ കുരുടനാണ്, നീ ആത്മീയ നഗ്നനാണ്, നീ ആത്മീയ ദരിദ്രനാണ്, നീ സമ്പന്നനായിട്ട് തീയിലൂതി കഴിച്ച പൊന്നും, നിന്റെ നഗ്നത ലജ്ജ വെളിവാകുന്നതുകൊണ്ട് വെള്ളവസ്ത്രവും, നിന്റെ കണ്ണിലെഴുതാൻ ലേബോ എന്നോട് വിലയ്ക്ക് വാങ്ങാൻ ബുദ്ധി ഉപദേശിക്കുന്നു. പഥ്യവചനം, പഥ്യോപദേശമാണ് ദൈവസഭയുടെ നിധി, ഉപനിധി. മനസ്സിലായോ? പരിശുദ്ധാത്മാവുള്ള കാഴ്ചപ്പാട് പോയപ്പോൾ വിശ്വാസികൾ കുരുടന്മാരായി. അതാ യോഹന്നാൻ ഇവിടെ പറയുന്നത്. രക്ഷാവസ്ത്രം, നീതിയിൽ വസ്ത്രം നഷ്ടപ്പെടുത്തിയപ്പോൾ സഭ ആരായി? നഗ്നനായി. നഗ്നൻ, കുരുടൻ, ദരിദ്രൻ. ഈ 3 അവസ്ഥ തിരിച്ചു പിടിച്ചാൽ നിത്യതയിൽ പോകാം, ഇല്ലെങ്കിൽ കാര്യം പോക്കാം. അതുകൊണ്ട് സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാം, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാം, ദൈവരാജ്യത്തേക്ക് എങ്ങനെ കടക്കാൻ പറ്റുമെന്ന് പ്രസംഗിക്കാം, വിശുദ്ധിയുടെ ഉപദേശം പ്രസംഗിക്കാം, വിശുദ്ധീകരണത്തെക്കുറിച്ച് പ്രസംഗിക്കാം, ആത്മീയ വളർച്ചയെക്കുറിച്ച് പ്രസംഗിക്കാം, ആത്മീയ വർധനവിനെ കുറിച്ച് പ്രസംഗിക്കാം. എപ്പോഴും പറയുന്ന ഭാഗം ഇപ്പോഴും ഓർമ്മ വരിക. എപ്പോഴും പറയുന്നത് അപ്പോസ്തലന്മാരാൽ നടത്തപ്പെട്ട സഭ. പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ അങ്ങനെ ഗലീല, യഹൂദ, ശമരിയ ദേശങ്ങളിൽ സഭയ്ക്കൊക്കെയും സമാധാനമുണ്ടായി. അത് ആത്മീയ വർധന പ്രാപിച്ചു. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. ഇന്ന് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഇങ്ങനെയുള്ള സഭയുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് സ്വർഗത്ത് പോകാം, ഇല്ലെങ്കിൽ സംഗതി പോക്ക. എനിക്കത് പറയണ്ടേ? അപ്പോസ്തലന്മാർ നടത്തിക്കൊണ്ടുപോകുന്ന സഭ ഇതാ. സഭയ്ക്ക് ആത്മീയ വർധനവില്ല, ആത്മീയ വളർച്ചയില്ല, ആത്മീയ നിറവില്ല. എല്ലാവരും ഗൾഫുകാരും അമേരിക്കക്കാരും ലണ്ടൻകാരും ദുബായിക്കാരും പാറ്റിരുന്നോണ്ട് സ്തോത്രം. എന്താ താവേ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ സഭയിലെ മക്കളെ എല്ലാം ഗൾഫിൽ അയച്ചതിനായി സ്തോത്രം. അമേരിക്കയിൽ അയച്ചതിനായി സ്തോത്രം. ലണ്ടനിൽ അയച്ചതിനായി സ്തോത്രം. ദുബായിൽ അയച്ചതിനായി സ്തോത്രം.
ഇവരിതെല്ലാം കൂടി തരുന്ന കാശ് മേടിച്ച് തിന്ന് നരകത്തിൽ പോകാതിരിക്കുക ശുശ്രൂഷന്മാരും വിശ്വാസികളും. അറ്റ കൈയാണ് ഞാൻ പറയുന്നത്. എന്നോട് ക്ഷമിക്കണം. ഇന്ന് കണ്ടുവരുന്നൊരു നിലവാരം കണ്ടുകൊണ്ട് ഞാൻ പറയുക, ഞാനൊരു എളിയ കർത്താവിൻ്റെ ദാസനാണ്. നമ്മൾ ഈ വൃദ്ധമായ കാര്യങ്ങളെ വിട്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചൊരു മാനസാന്തരമെന്ന് എബ്രായർ 6 പറയുന്നില്ലേ? ഈ വക കാര്യങ്ങളെല്ലാം വിട്ട് ക്രിസ്തുവിൻ്റെ പ്രായത്തിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കാൻ ശ്രമിക്കും. അവൻ ചില അപ്പോസ്തലന്മാരായി, ചില പ്രവാചകന്മാരായി, സുവിശേഷന്മാരുടെ ഇടയന്മാരെ ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. എന്തിനാണ് നിയമിച്ചത്? നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവും സ്വത്രം വിശുദ്ധന്മാരുടെ ദാസയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയവർദ്ധനവുമാകുന്നു. അങ്ങനെ ആകുന്നില്ലെങ്കിൽ മനുഷ്യരുടെ ചതിയാലും ഉഭയത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കോണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലിഞ്ഞുള്ള ശിശുക്കളായി പോകും. ശിശുക്കളായാലോ നിത്യമായ നാശത്തിലേക്ക് പോകും. അതുകൊണ്ട് സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരാനിടയാകും. എങ്ങനെ? ദൈവമാക്കി വെച്ച ശുശ്രൂഷവൃന്ദങ്ങളാൽ ഇന്ന് മനുഷ്യരാക്കി വയ്ക്കുന്നു. സംഘടനകളിൽ സ്വയം കയറിയാകുന്നു. ദൈവമാക്കി വയ്ക്കുന്നു. ദൈവമാക്കി വെച്ചവരാരാണെന്ന് തിരിച്ചറിയുക. ദൈവമയച്ചവൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കും. ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കും. ഇതാണ് അതിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ ഇവിടെ 16 വാക്യം എഫേസർ 4:16, എഫേസർ 4:11 മുതൽ 16 വരെ എല്ലാ പാസ്റ്റർമാരും എല്ലാ വിശ്വാസികളും വായിച്ച് പഠിച്ചോണം. ഇത് വായിച്ച് പഠിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അർത്ഥശൂന്യമായി പോകും. 16 വാക്യം, ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോരോ അംഗത്തിന് അതത് വ്യാപാരത്തിനൊത്തോണം ഉപദ്രവിപ്പാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കും. ആത്മീയ വളർച്ച, ആത്മീയ വർധനവ്, ആത്മീയ നിറവ്, അതിനുവേണ്ടിയുള്ള പ്രസംഗങ്ങൾ, അതിനുവേണ്ടിയുള്ള ഉപദേശങ്ങൾ, അതിനുവേണ്ടിയുള്ള പ്രബോധനങ്ങൾ ദൈവദാസന്മാർ ചെയ്യട്ടെ. അങ്ങനെ ജനത്തെ കർത്താവിൻ്റെ വേണ്ടി ഒരുക്കുവാൻ കർത്താവ് കൃപ തരട്ടെ. പൗലോസ് ദൈവരാജ്യം പ്രസംഗിച്ചു. യോഹന്നാൻ സ്നാപകൻ സ്വർഗരാജ്യം പ്രസംഗിച്ചു, ദൈവരാജ്യം പ്രസംഗിച്ചു. കർത്താവ് ദൈവരാജ്യം പ്രസംഗിച്ചു, സ്വർഗരാജ്യം പ്രസംഗിച്ചു. അപ്പോസ്തലന്മാർ ദൈവരാജ്യം പ്രസംഗിച്ചു, സ്വർഗരാജ്യം പ്രസംഗിച്ചു, ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചു. ഇന്നത്തെ പാസ്റ്റർമാർക്ക് ഈ ഭൗതിക അനുഗ്രഹത്തിൻ്റെ പ്രസംഗം എവിടെ നിന്ന് കിട്ടി എന്ന് എനിക്കറിയില്ല. എനിക്കറിയാം എവിടെ നിന്ന് കിട്ടിയെന്ന്. അത് ക്രിസ്തുവിൻ്റെ ആത്മാവ് അവർക്ക് കൊടുത്തതാണ്. നമ്മളത് കേൾക്കരുത്, നമ്മളത് ചെവി കൊടുക്കരുത്, അത് ഛർദ്ദിച്ച് കളയണം. കർത്താവും എൻ്റെ അപ്പോസ്തലന്മാരിൽ നിന്ന് ഉപദേശങ്ങൾ കേട്ട് അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് കൊണ്ട് ഒരുങ്ങുവാൻ ഈ ചെറിയ മെസ്സേജ്, 2 സന്ദേശങ്ങൾ, 2 ക്ലിപ്പുകൾ മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.